നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കണ്ണൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കല്യാശ്ശേരി ആംസ്റ്റക് കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ്. മലപ്പുറം വളാഞ്ചേരിയിൽ സ്വകാര്യ ബസിന്റെ അപകടയാത്ര, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കണ്ണൂർ പാനൂരിൽ സ്ഫോടനം. കണ്ടോത്തുംചാലിൽ പൊട്ടിത്തെറിയുണ്ടായത് അർദ്ധരാത്രി. പൊട്ടിയത് നാടൻ ബോംബെന്ന് സംശയം. 2 തവണ സ്ഫോടന ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ. വനിതാ PG ഡോക്ടറെ അപായപ്പെടുത്താൻ ശ്രമം. ജോലി കഴിഞ്ഞു പോകവെ പിന്തുടർന്ന് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. ദുരനുഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക്. പോലീസിൽ പരാതി നൽകി പ്രിൻസിപ്പൽ. ആശുപത്രി ശുചിമുറിയിൽ ജീവനൊടുക്കി രോഗി. സംഭവം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൂങ്ങി മരിച്ചത് പുനലൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ. അയൽക്കാരൻ വഴി അടച്ചതോടെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരു കുടുംബം. സഞ്ചാരം സമീപത്തെ അമ്പലത്തിനുള്ളിലൂടെ. ദുരവസ്ഥ തൃപ്പൂണിത്തുറയിലെ ജയറാമിനും കുടുംബത്തിനും. കഴിഞ്ഞ ദിവസം 26-ാം തീയതി രാത്രി എൻ്റെ ചേട്ടൻ മരണപ്പെട്ടു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്ന് എനിക്ക് കൊണ്ടുവരാൻ ഇങ്ങോട്ട് പറ്റിയില്ല. അവസാനം കൗൺസിലർ, പ്രതിപക്ഷ നേതാവ്, വില്ലേജ് ഓഫീസറെ അറിയിച്ച് വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇരുമ്പനം ശ്മശാനത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന് ക്രിയകൾ നടത്തിയിട്ട് എനിക്ക് നടത്തേണ്ടത് വന്നു. എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എനിക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ പറ്റണില്ല. വിശദമായി നോക്കാം. കണ്ണൂരിൽ വാഹനാപകടത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ചെലേരിമുക്ക് സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് രാവിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിന് സമീപമായിരുന്നു അപകടം നടന്നത്. ബൈക്കും ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഒപ്പമുണ്ടായിരുന്നയാൾ ചികിത്സയിലാണ്. കല്യാശ്ശേരി ആംസ്റ്റക് കോളേജ് BA 2ാം വർഷ വിദ്യാർത്ഥിയും കോളേജ് യൂണിയൻ ചെയർമാനുമാണ് മരിച്ച മുഹമ്മദ്. കണ്ണൂരിൽ നിയന്ത്രണം വിട്ട കാറ് കടയിലേക്ക് പാഞ്ഞുകയറി അപകടം. കല്യാശ്ശേരി മാങ്ങാട്ട് പറമ്പിലാണ് സംഭവം. ഹാജിമുട്ടെ സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 7:30-നാണ് അപകടം നടന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് നിയന്ത്രണം വിട്ട് സമീപത്തുള്ള ഹോട്ടലിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മലപ്പുറം വളാഞ്ചേരിയിൽ കാൽനട യാത്രക്കാരന്റെ കാലിൽ ബസ് കയറി ഇറങ്ങി. വളാഞ്ചേരി കാട്ടിപ്പരുത്തി സ്വദേശി സുബ്രഹ്മണ്യന് ഗുരുതര പരിക്ക്. തെറ്റായ ദിശയിലൂടെയാണ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം അപകടം പതിവെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച എടത്വ സ്വദേശി ആൽവിൻ ജോർജിന്റെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് ആൽവിൻ ജോർജ് മരണപ്പെട്ടത്. കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ രോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടിയം സ്വദേശി ലാലുവാണ് മരിച്ചത്. സർജിക്കൽ വാർഡിലെ ബാത്റൂമിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലെത്തിയ ഇയാൾ കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. പരിക്കിനെ തുടർന്നുള്ള ചികിത്സയ്ക്കായാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയത്. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ലൂഷ്യസ് ജെർമിയസ് ആണ് മരണപ്പെട്ടത്. കുണ്ടറ പടപ്പക്കരയിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 2023 സെപ്റ്റംബർ മുതൽ സസ്പെൻഷനിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂർ പാനൂരിൽ സ്ഫോടനം. ചെണ്ടയാട് കണ്ടോത്തുംചാലിലാണ് രാത്രി 12:30 മണിയോടെ പൊട്ടിത്തെറിയുണ്ടായത്. 2 തവണ സ്ഫോടന ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു. നാടൻ ബോംബാണ് പൊട്ടിയതെന്നാണ് സംശയം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റോഡിൽ കുഴി രൂപപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വനിതാ PG ഡോക്ടറെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. ഡോക്ടറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
കഴിഞ്ഞ 4-നാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം. രാത്രി 8 മണിക്ക് അത്യാഹിത വിഭാഗം ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു വനിതാ PG ഡോക്ടർ. കാറിലെത്തിയ ഒരു സംഘം അപരിചിതർ പിന്തുടർന്ന് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഭയന്നുപോയ ഡോക്ടർ സമീപത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. PG അസോസിയേഷൻ നൽകിയ പരാതി പിന്നീട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും പോലീസിനും കൈമാറി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് എലത്തൂരിലെ ഇന്ധന ചോർച്ചയിൽ ശുചീകരണം തുടങ്ങി. ജലസ്രോതസ്സുകളിൽ എണ്ണമയം ഇല്ലാതാക്കാൻ പ്രത്യേക രാസമിശ്രിതം തളിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാണാം. ഡീസൽ ചോർച്ച പൂർണ്ണമായി അവസാനിച്ചെങ്കിലും ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും നാട്ടുകാർക്ക് തുടരുകയാണ്. ഇന്നലെ 2 മണിക്കൂറോളം മേഖലയിൽ മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഓവുചാലിൽ ഉണ്ടായിരുന്ന ഡീസൽ പൂർണ്ണമായി ഏതാണ്ട് കൈത്തോട്ടിലേക്കും പിന്നെ അവിടെ നിന്ന് പുഴയിലേക്കും കടലിലേക്കും ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ജലോപരിതലത്തിൽ ഇപ്പോഴും എണ്ണയുടെ അംശങ്ങൾ കാണാൻ കഴിയുകയും ചെയ്യുന്നു. പക്ഷേ നാട്ടുകാർ ഇതുകൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിന്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവർ മോചിതരാവാത്ത അവസ്ഥയാണ്. നമുക്കൊപ്പം ഈ നാട്ടുകാരായ ഒരു അമ്മ തന്നെയുണ്ട്. അമ്മ, എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ട്? ഇപ്പോൾ ഭയങ്കര മണമുണ്ട്. ഭയങ്കര മണമുണ്ട്. മണം സഹിക്കാൻ കഴിയുന്നില്ല. മണം വരുമ്പോഴേക്ക് തലക്കൊരു കനം വരിക, ഛർദ്ദിക്കാൻ വരിക, തലവേദന എടുക്കുക, വയറിനൊക്കെ ഇങ്ങനെ മറക്കുക, ഛർദ്ദിക്കാൻ വരുന്നേരി അങ്ങനെ പല അനുഭവം. ഒന്നും തീരെ ഒരു ശക്തി ഇല്ലാത്ത മാതിരി. ഇവിടെ തന്നെ എന്നിട്ട് നിൽക്കുക വീട്ടുകാർ? അപ്പുറത്തെ വീട്ടുകാരൊക്കെ പോയി? അപ്പുറത്തെ വീട്ടുകാർ പോയി. ഇവിടെ വേറെയുള്ള മോൻ വന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ മാത്രം പോയിട്ട് കാര്യത്തിനെക്കാട്ടും പ്രശ്നം വരും. ഹൂക്ക് അലർജി ഉള്ളതിനെ കൊണ്ട് ഇനി അലർജിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോ ഞാൻ മാത്രം രക്ഷപ്പെട്ടൊരു കാര്യമില്ലല്ലോ. പിന്നെ പണിക്കേ വൈകുന്നേരം വരുള്ളൂ. പിന്നെ ഒരു നായുണ്ട്, അതിനെയും വിട്ടു പോകാൻ കഴിയില്ല. ഇതിപ്പോ ഇന്നലെയും നല്ല മണമായിരുന്നല്ലേ? മഴ പെയ്തേരെ നല്ല മണയിന്. ഈ ഒഴുകിപ്പോയെന്ന് തോന്നുന്നു ഡീസൽ കുറെ അല്ലേ? കൊറേ ഒഴുകിയൊക്കെ ഇങ്ങോട്ടാ ഞങ്ങളെ മുറ്റത്തേക്കാ വരുന്നത്. ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങളെ മുറ്റത്തേക്കാ വന്നത്. അപ്പം അമ്മയ്ക്കൊക്കെ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്നത്? അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പുറത്ത് ഉമ്മയൊക്കെ അവിടെ നിന്ന് പോയി? ഒരു പോയി. ഞങ്ങളും ഇവിടെ നിന്ന് മാറാൻ വേണ്ടി എല്ലാവരും പറയുന്നുണ്ട്. ചോർച്ച ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അധികൃതർ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും നടപടിക്രമങ്ങളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇന്നും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. കാരണം കഴിഞ്ഞ ദിവസം അവർ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇന്ന് എന്ത് മാറ്റമാണ് അന്തരീക്ഷത്തിൽ വന്നത് എന്നറിയുന്നതിനുള്ള പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വിജിലൻസിന്റെ പിടിയിൽ. കൊച്ചി കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മധു, ഷാനു, ജോൺ എന്നിവരാണ് പിടിയിലായത്. കെട്ടിട പെർമിറ്റ് സംഘടിപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞായിരുന്നു കൈക്കൂലി വാങ്ങിയത്. പട്ടാമ്പി മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. 156 കേസുകളിലായി 6 ലക്ഷത്തിലധികം രൂപ പിഴ ചുമത്തി. സ്കൂൾ സമയങ്ങളിലെ ടിപ്പറുകളുടെ ഓട്ടം, അമിത ലോഡ് തുടങ്ങിയവയാണ് പരിശോധിച്ചത്. പാലക്കാട് ജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന് വാടാനം കുരിശിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സർഗോത്സവത്തിൽ 13 മേഖലകളിൽ നിന്നുള്ള പ്രതിഭകൾ പങ്കെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 370ഓളം വിദ്യാർത്ഥികളാണ് സർഗോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മലപ്പുറം നിലമ്പൂർ കരുളായിയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ. ഒരു കുട്ടിയാന അടക്കം ആനക്കൂട്ടമാണ് ജനവാസ മേഖലയിൽ എത്തിയത്. രാത്രിയിലെത്തിയ ആനക്കൂട്ടം ജനവാസ മേഖലയിൽ തമ്പടിച്ച് രാവിലെ 7 മണിയോടെ നാട്ടുകാർ ആനക്കൂട്ടത്തെ കാടുകയറ്റി. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മണ്ണ് ദിനാചരണം സംഘടിപ്പിച്ചു. സ്കൂളുകളിലും വിവിധ പരിപാടികൾ നടന്നു. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ, കാർഷിക പ്രദർശനം, ചിത്രരചന, സോയിൽ ആർട്ട് എന്നിവയും നടന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫാം ഫെസ്റ്റിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. കോൽക്കളിയും പാരമ്പര്യ വേഷങ്ങളും ഗോത്രവർഗ വേഷങ്ങളും വിളംബര ജാഥയ്ക്ക് മാറ്റുകൂട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു.
കായംകുളം റെയിൽവേ സ്റ്റേഷൻ നവീകരണം മാർച്ചിൽ പൂർത്തിയാകുമെന്ന് റെയിൽവേ. സദേൺ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും വിലയിരുത്തി. അമൃത് ഭാരത് പദ്ധതി പ്രകാരം കായംകുളത്ത് നിർമ്മാണം തുടങ്ങി 1 വർഷത്തിലേറെയായിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. We have reviewed the various developmental works going on at Kayankulam, and we are adding one new foot-over bridge 6 meter wide, about 80 meter away from the existing one. We are providing escalators and lifts, and also we are tripling 3 times the number of platform shelters. അന്തർദേശീയ ബാങ്കിംഗ് ദിനത്തോടനുബന്ധിച്ച് രാജധാനി ബിസിനസ് സ്കൂളിൽ ബാങ്കിംഗ് ടീമുകളുടെ പ്രദർശനം നടന്നു. 1 രൂപ മനുഷ്യൻ എന്നറിയപ്പെടുന്ന അരവിന്ദ് കുമാർ പൈ നടത്തിയ പ്രദർശനത്തിൽ ആയിരക്കണക്കിന് സ്കൂൾ കോളേജ് കുട്ടികൾ പങ്കെടുത്തു. GST അഡീഷണൽ കമ്മീഷണർ ഡോക്ടർ സർഫ് A കൽപ്പാലം, രാജധാനി ബിസിനസ് സ്കൂൾ ചെയർമാൻ ബിജു രമേശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, കറൻസികൾ, ചെക്കുകൾ, പാസ്ബുക്കുകൾ എന്നിവ പ്രദർശനത്തിന്റെ കൗതുകമായിരുന്നു. ഡോക്ടർ സർഫിന്റെ നേതൃത്വത്തിൽ സെമിനാറും നടന്നു. കോഴിക്കോട് ഫസീല കൊലക്കേസിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലായിരുന്നു പ്രതി മുഹമ്മദ് സനൂഫിനെ തെളിവെടുപ്പിനെത്തിച്ചത്. മലപ്പുറം വെട്ടത്തൂർ സ്വദേശിനി ഫസീലയെ നവംബർ 24-നാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. 4 ദിവസത്തിനു ശേഷം ചെന്നൈയിൽ വെച്ചാണ് സനൂഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അയൽക്കാരൻ വഴി അടച്ചതോടെ പുറം ലോകവുമായി ബന്ധമില്ലാതായിരിക്കുകയാണ് ഒരു കുടുംബത്തിന്. തൃപ്പൂണിത്തുറയിലെ പിഷാരി കോവിൽ വാര്യത്ത് വീട്ടിൽ ജയറാമിനും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ. വീടിന് മുൻപിലുള്ള ക്ഷേത്രത്തിനുള്ളിലൂടെയാണ് നിലവിൽ ഈ കുടുംബം യാത്ര ചെയ്യുന്നത്. ജയറാമിന്റെ സഹോദരൻ കഴിഞ്ഞയാഴ്ച മരിച്ചതോടെ ആചാരപ്രകാരമുള്ള പുല ഉള്ളതിനാൽ അമ്പലത്തിന്റെ വഴി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കുടുംബത്തിന്. ജയറാമും സഹോദരൻ പരമേശ്വരനും അമ്മാവനുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് വഴിയിലെന്ന പ്രശ്നം നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആധാരത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വഴി സ്ഥലമുടമ കെട്ടിയടച്ചതോടെയാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായത്. സ്ഥലമുടമ ബാലചന്ദ്രനാണ് ഇവരുടെ യാത്രാ സൗകര്യം പൂർണ്ണമായും തടഞ്ഞത്. ഞങ്ങൾ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്, ഞങ്ങളുടെ കാർന്നോന്മാർ പോയിക്കൊണ്ടിരുന്ന ഈ വഴി കൂടിയാണ്. കാർന്നോന്മാർ ഇവിടുന്ന് പോയ സമയത്ത് ഈ വഴി കെട്ടിയടയ്ക്കുകയും ഞങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് ഞങ്ങളെല്ലാവരും പിന്നെ പോയിക്കൊണ്ടിരുന്ന അമ്പലത്തിന്റെ ഉള്ളിൽ കൂടിയാണ്. മറ്റൊരു സഹോദരൻ ഹരി മരിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. ദീർഘനാളായി വൃക്കസംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. വഴി പ്രശ്നം രൂക്ഷമായതോടെ പെരുമ്പാവൂരുള്ള ബത്ലഹേം ആശ്രമത്തിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഹരിയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരാനായില്ല. പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യേണ്ടി വന്നു. എന്റെ വീട്ടിലേക്ക് ഇപ്പൊ എനിക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാൻ പറ്റണില്ല. പോസ്റ്റ്മാൻ വരില്ല, പാലും കൊണ്ട് ആള് വരില്ല, മെഡിക്കലിന്റെ ആൾക്കാർ വരില്ല, ഒരു കൊറിയറുകാരൻ വരില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ദുരിത ജീവിതമാണ് ഇവിടെ നയിക്കുന്നത്. വഴി കയ്യേറിയെന്ന് ആരോപിക്കപ്പെടുന്ന ബാലചന്ദ്രൻ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും പരാതിയുണ്ട്. ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ ഈ സർവേക്കല്ലിന് അപ്പുറമുള്ള സ്ഥലം കെട്ടിയിരിക്കുന്നത്. ഇത് കൊറോണ കാലത്താണ് അദ്ദേഹം ഇത് കെട്ടിയത്. വാർദ്ധക്യ സഹജമായ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് 74 വയസ്സുള്ള അമ്മാവൻ. സഹോദരനും അസുഖബാധിതനാണ്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യം ഏതു നിമിഷവും ഉണ്ടായേക്കാം. സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിൽ അടിയന്തര ഇടപെടൽ കാക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിലെ ഏല കർഷകരുടെ ശ്രദ്ധയ്ക്ക് 6 മാസത്തെ അവധിക്ക് ഏലയ്ക്ക നൽകിയാൽ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തുക നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അവധി കച്ചവടത്തിന്റെ പേരിൽ സംഘം തട്ടിയെടുത്തത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഏലക്കയാണ്. കേസിൽ 2 പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. അടിമാലി സ്വദേശികളായ അബ്ദുൾ സലാം, സന്തോഷ് കുമാർ എന്നിവരാണ് പിടിയിലായത്. കേസിലെ 1-ാം പ്രതി പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത്. അവധിക്കച്ചവടത്തിന്റെ പേരിൽ ഏലക്ക വാങ്ങി കർഷകരെ വഞ്ചിച്ച കേസിലാണ് ക്രൈംബ്രാഞ്ച് 2 പേരെ അറസ്റ്റ് ചെയ്തത്. അടിമാലി സ്വദേശികളായ അബ്ദുൾ സലാം, സന്തോഷ് കുമാർ എന്നിവരെ ഇടുക്കി ക്രൈംബ്രാഞ്ച് DYSP TB വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ 1-ാം പ്രതി പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ നേരത്തെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ ജയിലിലാണ്. 1-ാം പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് 2 പ്രതികളെയും സംബന്ധിച്ച വിവരം ലഭിച്ചത്. അടിമാലിയിൽ എൻ ഗ്രീൻ എന്ന പേരിൽ മുഹമ്മദ് നസീർ കമ്പനി രൂപീകരിച്ചിരുന്നു.
6 മാസത്തെ അവധിക്ക് ഏലക്ക നൽകിയാൽ നിലവിലെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തുക നൽകാമെന്ന് കർഷകരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ ഏലക്ക ഇയാൾ കർഷകരിൽ നിന്ന് വാങ്ങി. പിന്നീട് കർഷകർക്ക് തുക നൽകാതെ മുങ്ങുകയായിരുന്നു. 31 കേസുകൾ ഇയാൾക്കെതിരെ 2 സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കർഷകർ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലാക്കിയതോടെ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറി. കഴിഞ്ഞ ആഴ്ചയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. ന്യൂസ് 18 ഇടുക്കി. CPM ഏരിയ സമ്മേളനത്തിൽ പതാക ഗാനം ഏറ്റുപാടി ഹിറ്റായ കുഞ്ഞു സഖാവിനെ കാണാം. കാസർഗോഡ് ബേഡകം ഏരിയ സമ്മേളനത്തിൽ പാടിയ 3 വയസ്സുകാരി നിലാമഴയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ താരം. മുന്നാട് EMS അക്ഷരഗ്രാമത്തിൽ CPIM ബേഡകം ഏരിയ സമ്മേളനത്തിന്റെ പതാക ഉയരുമ്പോൾ അമ്മയും ചേച്ചിമാരും ഈണത്തിൽ പാടുന്നതിനൊപ്പം കുഞ്ഞു നിലാമഴയും അക്ഷരസ്ഫുടതയോടെ ഒപ്പം പാടി. ഞങ്ങളിൽ രക്തമൊരിറ്റുള്ളോളം, ഞങ്ങളിൽ മാംസം തുണ്ടുള്ളോളം, കർഷകരാം തൊഴിലാളികളാം നമ്മുടെ കൊടിയുടെ മാനം കാക്കും. സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾ സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യം പോസ്റ്റ് ചെയ്തതോടെ നിലാമഴ തരംഗമായി. അമ്മ ശ്രുതി പാടുന്നത് കേട്ടാണ് നിലാമഴ പാട്ട് പഠിച്ചെടുക്കുന്നത്. ശ്രുതിയാണ് ഇവളെ പാട്ട് പഠിപ്പിക്കാറ്. ചെറുപ്പം മുതൽ തന്നെ ശ്രുതി പാടുന്നത് കേട്ടിട്ട് ഇവള് പാടാറുണ്ടായിരുന്നു. ഈ പാട്ട് ഇപ്പോൾ ലോക്കൽ സമ്മേളനത്തിൻ്റെ പായത്ത് വെച്ചാണ് പാർട്ടി ലോക്കൽ സമ്മേളനം നടന്നത്. അപ്പോൾ അതിൻ്റെ പതാക ഗാനം, അത് ശ്രുതി പതാക ഗാനം പാടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവള് പാടി നോക്കുന്ന സമയത്ത് അത് കേട്ടിട്ടാണ് ഇവളത് പഠിച്ചത്. അപ്പോൾ ലോക്കൽ സമ്മേളനത്തിന് സമയത്ത് ഇവളെ നിർബന്ധമായിട്ട് ഞാനത് പാടിയിട്ടേ സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അത് പാടിയിട്ടാണ് അവൾ സ്കൂളിൽ പോയത്. മന്ത്രി ശിവൻകുട്ടിയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും അടക്കമുള്ളവർ സമൂഹമാധ്യമങ്ങളിൽ നിലാമഴയുടെ പതാകഗാനം പോസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് കുലുക്കല്ലൂർ AUP സ്കൂളിലെ പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്മാർട്ട് കിച്ചൺ പദ്ധതിയുടെ ഭാഗമായാണ് നിർമ്മാണം. ചടങ്ങിൽ ജില്ലാ കായികമേളയിലും വിവിധ സ്കൂൾ മേഖലകളിലും മികച്ച പ്രകടനം നടത്തിയ കുട്ടികളെ അനുമോദിച്ചു. മലപ്പുറത്തെ ദേശീയപാത നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. കുറ്റിപ്പുറം മുതൽ വരെ ഇനി വാഹനങ്ങൾക്ക് 6 വരി പാതയിലൂടെ യാത്ര ചെയ്യാം. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലവും തുറന്നിട്ടുണ്ട്. കുറ്റിപ്പുറം പാലവും വളാഞ്ചേരിയിലെ വയഡക്ട് പാലവുമെല്ലാം പൂർത്തിയാവുകയാണ്. മാർച്ചിൽ പാലം തുറക്കാനാണ് തീരുമാനം. ഇതോടെ കുറ്റിപ്പുറം മുതൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് വരെ വാഹനങ്ങൾക്ക് 6 വരി പാതയിലൂടെ സഞ്ചരിക്കാം. മണ്ണ് നീക്കം മാത്രമാണ് ഇനിയുള്ളത്. ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലവും താൽക്കാലികമായി തുറന്നു. പെയിന്റിംഗ്, സ്ട്രീറ്റ് ലൈറ്റ്, നിരീക്ഷണ ക്യാമറകൾ എന്നിവ സ്ഥാപിക്കണം. വെളിയങ്കോട് മേഖലയിൽ പെയിന്റിംഗ് പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലയിൽ 2 സ്ട്രെച്ചാണുള്ളത്. 2 സ്ട്രെച്ച് കൂടി ഏകദേശം 75ഓളം കിലോമീറ്ററാണ് വരുന്നത്. ഈ 2 സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി പൂർത്തീകരിക്കാനാവും. 2025 ഏപ്രിൽ കഴിയുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും. ജനങ്ങൾക്ക് ഇതേറെ ആശ്വാസകരമാണ്. ഈ മാസം അവസാനത്തോടെ രാമനാട്ടുകര മുതൽ കാപ്പിരിക്കാട് വരെ ടാറിംഗ് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ചാവക്കാട് മുതലുള്ള ഭാഗങ്ങളിലെ നിർമ്മാണത്തിന് കാര്യമായ വേഗതയില്ല. ഈ ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശം. അനന്തംപള്ള എരിക്കുളം പാടശേഖരങ്ങളിലാണ് ലക്ഷങ്ങളുടെ കൃഷിനാശം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴ കാസർഗോട്ടെ കാർഷിക മേഖലയിൽ വ്യാപക നാശമാണ് വരുത്തിയത്. അനന്തംപള്ളത്ത് 100 ഏക്കറോളം കൃഷിയിടം വെള്ളത്തിലായി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ കൂടുതൽ കൃഷി ചെയ്യുന്ന ഇടമാണ് അനന്തംപള്ള. കാലങ്ങളായുള്ള അധ്വാനം വെള്ളത്തിലായതിന്റെ സങ്കടത്തിലാണ് കർഷകർ. വെള്ളരി, കക്കിരി, വെണ്ട, ചീര, മത്തൻ, കുമ്പളം, മരിച്ചീനി, കിഴങ്ങ്, മുളക് എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. വിളവെടുക്കാൻ പാകമായി നിൽക്കവെയാണ് മഴ വില്ലനായത്. കർഷകർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് CPIM അനന്തംപള്ള സൗത്ത് ബ്രാഞ്ച്. ഈ വെള്ളക്കെട്ടെല്ലാം ഇനി മാറി കിട്ടണമെങ്കിൽ തീർച്ചയായും സ്വാഭാവികമായും ഈ പച്ചക്കറി മുഴുവൻ നശിച്ച് പോകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. ഈ 300-ലധികം കുടുംബങ്ങൾ ഒരു വർഷം അവർക്ക് ജീവിക്കേണ്ട ഗതിയാണ് ഇല്ലാതാകുന്നത്. തീർച്ചയായും ഇതിൽ ഇടപെടണം. അതിൽ കൃഷി വകുപ്പ് ഇടപെടണം. സർക്കാരും ഇടപെട്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് കൃഷിക്കാരെ സംരക്ഷിക്കണമെന്നുള്ളതാണ്
ഈ വേദനാകരമായിട്ടുള്ള ഈ അനുഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും. നാശനഷ്ടം സംഭവിച്ച കൃഷിയിടങ്ങൾ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചു. അനന്തംപള്ളിയിലെ കൃഷിനാശം 300ഓളം കർഷക കുടുംബങ്ങളെയാണ് ബാധിച്ചത്. മടിക്കൈ ഏരിക്കുളത്ത് വിഷുവിപണി ലക്ഷ്യമിട്ടിറക്കിയ വെള്ളരി, തണ്ണിമത്തൻ കൃഷിയും വെള്ളം കയറി നശിച്ചു. 75 കർഷകർ ചേർന്ന് 3 ആഴ്ച മുൻപായിരുന്നു കൃഷി ഇറക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. 500ഓളം പേരുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന സ്മരണിക പുസ്തക രൂപത്തിൽ ഇറക്കുകയാണ് കോഴിക്കോട് മുക്കത്തെ കൂട്ടായ്മ. സുകൃതം എന്ന പേരിലാണ് പുസ്തകം പുറത്തിറക്കുന്നത്. മുക്കം നഗരസഭയിലെയും കൊടിയത്തൂർ, കാരശ്ശേരി പഞ്ചായത്തുകളിലെയും മരിച്ചുപോയ ആളുകളുടെ ചരിത്രം ഉൾക്കൊള്ളുന്നതാണ് പുസ്തകം. ഞായറാഴ്ച പുസ്തകം പ്രകാശനം ചെയ്യും. ഭീമാപള്ളി ഉറൂസിന് തുടക്കമായി. 13-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉറൂസിനോടനുബന്ധിച്ച് നിരവധി ആഘോഷങ്ങളാണ് നടക്കുക. വിശ്വാസികൾക്ക് ഉത്സവത്തിന് പുറമെ ഭീമാ ബീവിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉറൂസ്. രക്ഷയും രക്ഷിതാവും എന്ന പോലെ മനസ്സിനെ ശാന്തമാക്കുന്ന ഇടമെന്ന് സഞ്ചാരികൾ വിശേഷിപ്പിക്കുന്ന ഇടം. ഇസ്ലാമിക പ്രബോധനത്തിനായി എത്തിയ ഷഹീർ മാഹിർ ബിൻ അബൂബക്കറിന്റെ മാതാവ് ഭീമാ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഭീമാപള്ളി. ഓരോ വർഷവും ഭീമാ ബീവിയുടെ ചരമവാർഷികമായാണ് ഭീമാപള്ളി ഉറൂസ് ആചരിക്കപ്പെടുന്നത്. ആ ഭീമാപള്ളി ഉറൂസിന്റെ വിശേഷങ്ങളും അതിന്റെ ചരിത്രവും കാണാം. മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ ഭീമാ ബീവിയും മകൻ മാഹിർ ബിൻ അബൂബക്കറും ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കി. വിദഗ്ധരായ വൈദ്യർ കൂടിയായ മാഹിർ അബൂബക്കറിന്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. ഇതോടെ രോഗികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ പല മതസ്ഥരും ഇവരുടെ സ്വാധീനത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ മതാരോഹണം തങ്ങളുടെ അസ്തിത്വത്തിനു തന്നെ ഭീഷണിയാണെന്ന് കണ്ട രാജഭരണകൂടം ഇതിനെ ചെറുത്തു. വിദേശികളായ ഭീമാ ബീവിയും മകനും കരം നൽകണമെന്ന് രാജഭരണകൂടം ഉത്തരവിട്ടു. എന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ കരം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ് നികുതി പിരിക്കാൻ വന്ന രാജകിങ്കരന്മാരോട് മാഹിർ അബൂബക്കർ പോരാടി. മാഹിർ ഹജ്ജിനു വേണ്ടി മക്കയിൽ പോയ സന്ദർഭത്തിൽ കരം നൽകിയില്ലെങ്കിൽ നിങ്ങളെ നാടുകടത്താൻ നിർബന്ധിതരാകുമെന്ന് പറഞ്ഞ് ഭീമാ ബീവിയെ വിളിച്ച് രാജാവ് ഭീഷണിപ്പെടുത്തി. ബീവി വഴങ്ങിയില്ല. മാഹിർ അബൂബക്കർ മക്കയിൽ നിന്നും തിരിച്ചു വന്ന ഉടനെ അദ്ദേഹത്തെ നേരിടാൻ രാജാവ് തുനിഞ്ഞു. രാജകീയ സൈന്യത്തിലെ പടയാളികൾ രംഗത്തിറങ്ങി നാടുനീളെ കൊള്ള നടത്തി. പരിവർത്തിതരായ മുസ്ലിങ്ങളെയും വീടുകളെയും ആക്രമിച്ചു. ഈ ആക്രമണം തടയാനും മതപ്രചാരണ സ്വാതന്ത്ര്യം നിലനിർത്താനും മാഹിർ അബൂബക്കറും തന്റെ അനുയായികളുമായി യുദ്ധത്തിനിറങ്ങി. എന്നാൽ മാഹിർ അബൂബക്കറിനെയും അനുയായികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി. മകന്റെ വേർപാടിലുള്ള ദുഃഖം തളർത്തിയ ഭീമാ ബീവിയും 40 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടു. ഇവരുടെ ഖബറടക്കിയ സ്ഥലമാണ് പിന്നീട് ഭീമാ പള്ളിയായി മാറിയത്. ഭീമാ ബീവിയുടെ ചരമവാർഷികത്തെ അടയാളപ്പെടുത്തുന്ന ഉത്സവമായി പിന്നീട് ഭീമാ പള്ളി ഉറൂസ് മാറി. ഇസ്ലാമിക മാസമായ ജമാദുൽ ആഖിറിന്റെ ആദ്യ ദിവസം ഉറൂസ് ആരംഭിക്കും. അടുത്ത 10 ദിവസത്തേക്ക് ഉത്സവമാണ്. പിന്നെ പള്ളിയുടെ ആചാരപരമായ പതാക ഉയർത്തിക്കൊണ്ടാണ് ആഘോഷം ആരംഭിക്കുക. വിദേശികൾ ഉൾപ്പെടെ ജാതിമത ഭേദമന്യേ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ കിണറിലെ വെള്ളം പോലും മരുന്ന് വെള്ളമെന്നാണ് അറിയപ്പെടുന്നത്. ഈ വെള്ളത്തിൽ കുളിക്കാനായി കിലോമീറ്ററുകൾ താണ്ടി വരെ ആളുകൾ എത്താറുണ്ട്. രോഗമുക്തിക്കായി ചന്ദനക്കുടമേന്തിയ നേർച്ചയും ഇവിടത്തുകാർക്ക് പ്രധാനമാണ്. ഭീമാപ്പള്ളിയിൽ വന്ന് ചന്ദനക്കുടം എടുക്കുക എന്നൊരു നേർച്ചയാണ്, അതൊരു വഴിപാടാണ്. ഒരു സ്ഥലത്തും ഇല്ല, ഒരു പള്ളിയിലും ഇല്ലാത്തതാണ് ഭീമാപ്പള്ളിയിൽ ചന്ദനക്കുടം എടുക്കുന്നത്. അത് നമ്മുടെ ആഗ്രഹ കാര്യങ്ങൾ സബലീകരിക്കാനും ശരീരവേദന, തളർച്ച, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേർച്ചയാക്കി എടുക്കുന്നതാണ് ഇവിടുത്തെ ചന്ദനക്കുടം എന്ന് പറയുന്നത്. ഉമ്മച്ചായൻ്റെ ഫലം ഞങ്ങൾക്ക് തരും. അസുഖത്തിനെല്ലാം നമ്മൾ ദുആ ചെയ്യും, കുറച്ച് തരാം. അത് കുറച്ചിട്ടുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആണ്ടുതോറും വരും. എല്ലാ വർഷവും വരും. ഉറൂസ് എന്നാൽ ആഘോഷമാണ് എല്ലാ കാലത്തും. ഇവിടുത്തെ വ്യാപാര മേഖലയിലും അത് തെളിഞ്ഞു കാണാം. വഴിയോര കച്ചവടക്കാരുടെ തിരക്കാണ് ഉറൂസ് കാലത്ത് ഭീമാ പള്ളി ചുറ്റും.
വിശ്വാസത്തിനപ്പുറം ഇവിടത്തുകാർക്ക് സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് ഭീമാപള്ളി ഉറൂസ്. കണ്ടുതീരാത്ത കാഴ്ചകളും പറഞ്ഞു തീരാത്ത വിശേഷങ്ങളുമായി ഇനി ഒരാഴ്ചക്കാലം ഭീമാപള്ളിയുടെ മുറ്റത്ത് ഉത്സവമാണ്. ക്യാമറ പേഴ്സൺ ഗൗരിക്കൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18. കീഴാറ്റൂർ വയൽക്കിളി സമരത്തിന് പിന്നിൽ ഇസ്ലാമിസ്റ്റ് മാവോയിസ്റ്റ് കൂട്ടുകെട്ടെന്ന് പി ജയരാജൻ. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് ജയരാജന്റെ വാദം. ഇസ്ലാമിക് മാവോയിസ്റ്റ് അപകടകരമായ കൂട്ടുകെട്ടാണ് കീഴാറ്റൂർ സമരമെന്നും പി ജയരാജൻ. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം. അലൻ താഹ വിഷയത്തിലും ഇത് കാണണമെന്നും പി ജയരാജൻ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 5875 രൂപ, പവന് 47,000 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുന്നു. നമസ്കാരം.